ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അൺബോക്സിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തായിരിക്കും എന്നല്ലേ. ആകാംക്ഷയില്ലേ നമുക്ക് അതെ കാണാം. ഈ സർപ്രൈസ് എന്ന് പറയുന്നത് എന്റെ പാപ്പാന്റെ ഒരു ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ഡ്രീം എന്ന് പറഞ്ഞാൽ കുറെ കാലമായിട്ട് വിചാരിച്ചിരിക്കുക ഇത് വാങ്ങണം അങ്ങനെ വാങ്ങിയിരിക്കുന്ന ഒരു സാധനമാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. കെനോണിൻ്റെ G3000 എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ് വാങ്ങിച്ചിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു നല്ല അടിപൊളി പ്രിൻ്ററാണിത്. അപ്പൊ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഞങ്ങളുടെ സ്വന്തം ഡാഡി. അപ്പൊ ആമിയുടെ പാപ്പാനെ കാണിക്കണോന്ന് ഭയങ്കര ആഗ്രഹം. അതാണ് പാപ്പ. പോയി പാപ്പ പറ. അതാണ് ആമിന്റെ പാപ്പ, ആമിന്റെ അച്ചുട്ടിന്റെയും പാപ്പ. ഈ പ്രിൻ്റർ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. ആർക്കെങ്കിലും വേണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നമുക്കിപ്പോൾ അത്യാവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ് പ്രിൻ്റർ. മുതിർന്നവർക്കായാലും കുട്ടികൾക്കായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പുറത്തുനിന്ന് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ വീട്ടിലുണ്ടാകുന്നത് വളരെ നല്ലത് തന്നെ. ഈ പ്രിൻ്ററിലെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വൈഫൈ കണക്റ്റഡ് ആണ്. നമുക്ക് ഏത് റൂമിൽ ഇരുന്നു കൊണ്ടും നമുക്ക് പ്രിൻ്റ് എടുക്കാം. നിർത്തി പിടിക്കും, ഇങ്ങോട്ട് കാണിക്കൂ. ഡീറ്റെയിൽ ആയിട്ട് materials from the outside of the printer. Then ഇതൊക്കെ ഇതിന്റെ കളറും കാര്യങ്ങളൊക്കെയാണ്. കളറും ബ്ലൂ യെല്ലോ അതൊക്കെ ഉണ്ട്. വാവ് യപ്പി യപ്പി. രണ്ട് മാനുവൽ ഉണ്ട് അല്ലേ? പിന്നെ ഒരു USB കേബിൾ ഉണ്ട്, പവർ കേബിൾ ഉണ്ട്, പിന്നെ 2 കളറിന്റെയും ബ്ലാക്കിന്റെയും ഹെഡ്സും ഉണ്ട്, പിന്നെ 6 കളർ ഉണ്ട്. മൊത്തം കളർ ഇങ്കി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ബ്ലൂ, ഇവിടെ പിങ്ക്, ഇവിടെ യെല്ലോ, പിന്നെ ഇവിടെ ബ്ലാക്ക്. ഒന്നിച്ചിട്ട് ഈ ഹെഡ് പറിച്ചിട്ട് വേഗം അപ്പൊ നമ്മളെ പാപ്പ പ്രിന്റ് ചെയ്ത് കാണിക്കാൻ ഇതാണ് നമ്മളെ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് 1. അപ്പം അതിൻ്റെ അകത്ത് സെറ്റപ്പുകൾ ചെയ്യണ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഒന്നാമത്തെ പരിപാടികൾ ഇതൊക്കെ അൺബോക്സ് ചെയ്യുന്നതാണ്. നമ്മൾ ഇന്നലെ വീഡിയോ എടുത്ത് ഇന്നതിൻ്റെ സെറ്റപ്പ്. ഫസ്റ്റത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ സ്റ്റിക്കറൊക്കെ ഒഴിവാക്കുകയാണ്. അപ്പോൾ ഈ ഹെഡിങ്ങിൻ്റെ അകത്ത് ഒരു പ്രിൻ്റർ കൊണ്ടുവരുന്ന സമയത്ത് ഇളകാതെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഇത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ സാധനം നമ്മൾ ആദ്യമായിട്ട് ഉള്ളിക്കളയാണ്. അതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അപ്പോൾ അതെടുത്ത് ഇതിപ്പോൾ നമ്മളിത് കരുതി വെക്കണം. നമുക്ക് ഇനി എപ്പോഴെങ്കിലൊക്കെ വേറെ ഭയങ്കര ദൂരത്തേക്കൊക്കെ നമ്മൾ ഏരിയ അയക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ സാധനം ഭയങ്കര എളുപ്പമുള്ള സാധനമാണ്, എടുത്തു വെക്കണം. ഇപ്പോൾ അടുത്ത സംഭവം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതാണ് അതിൻ്റെ കാട്രിഡ്ജ് വെക്കാനുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ കാട്രിഡ്ജ് വെക്കണ ഈ ഇത് ഇങ്ങനെ പൊന്തിച്ച് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ കാട്രിഡ്ജ് വെക്കാം. ഈ ഒരു കേസിലാണ് കാട്രിഡ്ജ് വെക്കേണ്ടത്. അപ്പോൾ ആ കാട്രിഡ്ജ് ഇതാണ് സംഭവം ഉള്ളത്. ഇത് ബ്ലാക്ക് ഉണ്ട്, പിന്നെ ഒരു കളറുണ്ട്. അപ്പോൾ അതിൻ്റെ ശരിക്കും അതിൻ്റെ ഓരോ സാധനങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റുക. സീൻ ഏരിയ സ്ഥലത്താണ് കളർ, ഗ്രീൻ ഏരിയ സ്ഥലത്ത് ബ്ലാക്ക്. അപ്പോൾ നമുക്കിപ്പോൾ ആദ്യം സി ഊരാം. അപ്പോൾ ഇതിങ്ങനെ ഊരലിങ്ങനെയാണ്. അതങ്ങനെ നമ്മൾ ഊരി ഇത് കളഞ്ഞ് നമ്മളെടുത്ത് ഇതിലേക്ക് കാണാം. ഇവിടെ ഒരു സ്റ്റിക്കർ ഉണ്ടാവും, ആ സ്റ്റിക്കർ എടുത്ത് കളയണം. പിന്നെ ഈ ഒരു സാധനമുണ്ട്, ഇത് എടുത്ത് കളയണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കിയിട്ട്
നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം കളർ നേരിയ സ്ഥലത്ത് സീ നേരിയ സ്ഥലത്ത് നമ്മളിതാ ഈ ഭാഗം ഇൻസ്റ്റാൾ ചെയ്ത് ഇതിങ്ങനെ വെറുതെ ഇട്ടാൽ മതി, വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. അടുത്ത സംഭവമാണ് ഇനി അടുത്ത നമ്മൾ ബ്ലാക്ക് ഇത് റെഡ് ഇടാൻ പോവാണ്. അപ്പോൾ അത് അതിൻ്റെ ഇത് ഊരി നമുക്ക് ചെയ്തു. ഇതിൻ്റെ ഈ ബാക്ക് ഭാഗം സ്റ്റിക്കർ കളഞ്ഞ് ഈ സാധനം ഇത്രയും കളഞ്ഞതിന് ശേഷം ഈ ഭാഗം ഈ സർക്യൂട്ട് ബോർഡുള്ള സാധനം ആ ഭാഗത്തേക്കായിട്ട് അത് വെച്ചു. പിന്നെ അത് രണ്ടും വെച്ചതിന് ശേഷം ഇത് നമ്മളിങ്ങനെ ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തതിന് ശേഷം ഇവിടെ രണ്ട് ഇതുണ്ട്, ഇത് രണ്ടും പ്രസ് ചെയ്യണം. കറക്റ്റായിട്ട് സംഭവമൊക്കെ റെഡി ആണെങ്കിൽ ഇത് അമർന്ന് കറക്റ്റായിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ നമ്മുടെ പ്രിൻ്റർ കാറ്ററിജിൻ്റെ സംഭവം സെറ്റാക്കി. ഇനി നമ്മൾ ചെയ്യേണ്ട പരിപാടികൾ എന്നുള്ളത് പറഞ്ഞാൽ ഇങ്കാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെയാണ് ബ്ലാക്ക് ഇങ്ക് വയ്ക്കുന്നത്, BK എഴുതിയിട്ടുണ്ടാവും. ഇവിടെയാണ് കളർ ഇങ്കുകൾ CM Y എന്നുണ്ടാവും. അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് ഇത് M എന്ന് കാണാം. ആ M ഈ M-ൻ്റെ ഇതിൽ Y എന്ന് പറയുന്നത് Yയിൽ തന്നെ, പിന്നെ C എന്ന് പറയുന്നത് Cയിലെന്ന് വയ്ക്കുക, അതിൻ്റെ ബ്ലാക്ക് എന്ന് പറയുന്നത് ബ്ലാക്കിൽ വയ്ക്കുക. നമ്മളിപ്പോൾ തൽക്കാലം ആദ്യം ബ്ലാക്ക് പൊട്ടിക്കുകയാണ്. ഒരു ബോട്ടിൽ ബ്ലാക്ക്. ഇപ്പോൾ ഇവിടെ ഉള്ള സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഉണ്ട്, ഇതിങ്ങനെ ഊരിയെടുത്താൽ മതി. ഊരിയെടുത്തിട്ട് നമുക്ക് ശരിക്കും ഇതിൻ്റെ മുകളിൽ എടുത്ത് വെക്കണം, ഇടക്ക് തെറ്റി ഇത് തരാതിരിക്കാൻ. പിന്നെ ഇതാണ് ഇതിൻ്റെ ബോട്ടിലിൻ്റെ ഇത് തുറന്ന് ഗ്യാപ്പുണ്ട്. ഇനിയിപ്പോൾ ഈ സാധനം ഇതിൽ നല്ലോണം ഒഴിച്ചു കൊടുത്താൽ മതി. ശ്രദ്ധിക്കണം, അടിപിടി തെന്നിപ്പോകരുത്. നമ്മൾ ഒഴിച്ചു കൊടുത്തുകൊണ്ടിട്ടാണ്. ഇവിടം വരെ എത്തി. മുക്കാൽ ഭാഗം ആക്കിയുള്ളൂ. എന്നിട്ട് ബാക്കിയുള്ളത് തിരിച്ച് ഇതിൽ തന്നെ മൂടി വെച്ച് നമ്മളത് എടുത്തിട്ട് ഈ സാധനം കറക്റ്റായിട്ട് ഇത് മൂടി വെക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇത് ആക്കുകയാണെങ്കിൽ ലീക്ക് വരും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് തന്നെ ഇതിൻ്റെ സംഭവങ്ങൾ ചെയ്യണം. നല്ലോണം അമർത്തി ടൈറ്റ് ചെയ്ത് അത് ആക്കി വെക്കണം. ഇനി അടുത്തത് എന്താ, നമ്മൾ സീൻ്റെ സാധനം ഇവിടെ ഉണ്ടാവും. ഇനി അടുത്ത സീ ആണ്. നമ്മൾ സീന്ന് വിളിച്ചാൽ ബ്ലൂമൊക്കെ വിളിച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതേ വെച്ചു. സി എന്ന് പറയുന്നത് നമുക്ക് നല്ല അടിപൊളിയായിട്ട് കാണാം. ഇവിടെ ഇങ്ങനെ ഒഴുകി വീഴുന്നത്. സിക്ക് സി അല്ലല്ലേ വീഴുന്നത്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും, മാറിപ്പോയ പണി കാണും. വെച്ച് ഇത് എമ്മാണ്. അപ്പോൾ നമ്മൾ എമ്മിൻ്റെ ഇതിൽ തന്നെ വയ്ക്കുകയാണ്. വെളിച്ചം വരുന്നു. അങ്ങനെ അവർ ഇങ്കൊക്കെ നിറച്ചിട്ടുണ്ട്. ഈ പ്രിൻ്റർ ക്ലോസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ കാറിൻ്റെ ബോണറ്റ് സെറ്റപ്പാണ് കേട്ടോ. അതേപോലെ ഇങ്ങനെ സ്റ്റാൻഡ് ചെയ്ത് രണ്ട് സൈഡിൽ വടിയുണ്ട്, അതിൽ സ്റ്റാൻഡ് ചെയ്ത് വെക്കുക. അതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ക്ലോസ് ചെയ്യാൻ പറ്റും. ഇതിന് ഏകദേശം ഇപ്പോൾ സെറ്റപ്പ് ചെയ്യും. പരിപാടികളൊക്കെ സെറ്റപ്പാക്കി അതിലുള്ള കാര്യങ്ങളും അതുമൊക്കെ ചെയ്ത് ഇനി ഇവിടെ നോക്കിയാൽ മതി. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഓണാക്കി കഴിഞ്ഞാൽ അതിൽ കൂടെ ഒക്കെ ഇങ്ക് ഇങ്ങനെ വരും. നമ്മളിത് തുറന്ന് വെച്ച് ഇവിടെ ഒരു ഇങ്ങനത്തെ ഒരു പേപ്പറിൻ്റെ ട്രേ വെക്കുന്ന സാധനമുണ്ട്. പിന്നെ ഇത് എന്ന് പറയുന്നത് നമുക്ക് സ്കാൻ ചെയ്യണമെങ്കിൽ ഇവിടെ സ്കാൻ ചെയ്യേണ്ട സാധനങ്ങളൊക്കെ വെക്കേണ്ട സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സാധനമുണ്ട്, ഇങ്ങനെ നീക്കി വെക്കുക. അപ്പോൾ നമുക്ക് ഈ പ്രിൻ്റ് ചെയ്ത സാധനങ്ങൾ വരാൻ പറ്റും. വേണമെങ്കിൽ ഇങ്ങനെ ഒരു സാധനം കൂടി വെക്കാം. അപ്പോൾ കറക്റ്റായിട്ട് ഓർഡറിൽ ഇങ്ങനെ വെക്കാൻ പറ്റും. അങ്ങനെയുണ്ട്. ഓക്കെ. അപ്പോൾ ഇനി നമ്മളെ കാര്യങ്ങൾ എന്താണ്, ഇനി നമ്മളിത് സ്വിച്ച് ഓൺ ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ പരിപാടി. ഇതൊക്കെ ചിലപ്പോൾ സ്വിച്ച് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമുള്ള പരിപാടികൾ എന്ന് പറയുന്നത് ഇതാ, ഈ പവർ കേബിൾ ഉണ്ട്. പവർ കേബിൾ ഓൺ ആക്കിയിട്ട് ഈ ബട്ടൺ ഓൺ ആക്കിയിട്ട് 6 മിനിറ്റ് വെച്ച് കഴിഞ്ഞാലാണ് ഇത് സെറ്റപ്പ് ആവുക. അപ്പോൾ നമ്മൾ അതിനുള്ള പരിപാടികളാണ് ചെയ്യുക. കേബിൾ ഇതാ ഇവിടെയാണ് കണക്ട് ചെയ്യേണ്ടത്. പിന്നെ ഇവിടെ എങ്ങനെ ഉണ്ടാവും, ഇവിടെ എങ്ങനെ ഉണ്ടാവും. ഇതിലാണ് പവർ കേബിൾ വെക്കേണ്ടത്. കറണ്ട് കൊടുക്കാവുന്നതാണ്. കറണ്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ഓൺ ആക്കിയാൽ
ആക്കി. അപ്പോൾ ഇത് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യണേ കാണാം. അതൊക്കെ ഓരോ സൗണ്ടൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങും. അവസാനം ഇത് രണ്ടും ബ്ലിങ്ക് ചെയ്ത് നിൽക്കണമാണ് ഇതിൻ്റെ സെറ്റപ്പ്. ഒരു 6 മിനിറ്റ് ആവും. പലത് വിളകുണ്ടായിട്ടുള്ളത് ഒച്ചപ്പാടൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പം ഈ സാധനം ഏകദേശം സെറ്റായിരുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്കൊരു എന്ത് ചെയ്യാം, ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുക്കാം. കളർ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുകയാണ്. അപ്പോൾ ഈ പ്രിൻ്ററിൻ്റെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ പ്രിൻ്റ് എടുക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മളെ ആദ്യത്തെ പ്രിന്റ് എടുത്തിരിക്കുന്നു. അങ്ങനെ എനിക്ക് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ പ്രിൻറ്റും കൂടി എടുക്കുകയാണ്. എന്താണെന്ന് നിങ്ങൾ കണ്ടോളൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ജീജു ആമി എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.